രാവിലെ നടത്തിയ പരീക്ഷ എല്ലാവരും നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. 49 പേരാണ് എനിക്ക് അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എഴുതിയിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് അഞ്ചാമത്തെ ചാപ്റ്ററിൻ്റെ ഡിസ്കഷനാണ് പറഞ്ഞിരിക്കുന്നത്. അഞ്ചാമത്തെ ചാപ്റ്റർ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്, രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. വാട്ട് ആർ ഡാറ്റ ടൈപ്സ്, വാട്ട് ആർ ഓപ്പറേറ്റേഴ്സ്, പിന്നെ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ച് ഫോം ചെയ്യുന്ന എക്സ്പ്രഷൻസ്, പിന്നെ വേരിയബിൾസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്, പിന്നെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ 5 ആണ്, 5th ചാപ്റ്റർ, ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തെ ആദ്യത്തെ സെക്ഷനാണ് ഡാറ്റ ടൈപ്സ്. അപ്പോൾ 2 സെക്ഷൻസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. ഡാറ്റ ടൈപ്സ്, ഡാറ്റ ടൈപ്സിനോട് ചേർന്ന് കിടക്കുന്ന വേരിയബിൾസ് എന്ന് പറയുന്ന സെക്ഷൻ. രണ്ടാമത്തെ സെക്ഷനാണ് ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റേഴ്സിൻ്റെ കൂടെ വരുന്നതാണ് എക്സ്പ്രഷൻസ്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ. അപ്പോൾ നമ്മൾ ആദ്യം ഡാറ്റ ടൈപ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഡാറ്റ ടൈപ്സ്. അപ്പോൾ ഈ ഡാറ്റ ടൈപ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ വാട്ട് ഈസ് എ ഡാറ്റ ടൈപ്പ് എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷനാണ്. എന്താണ് ഡാറ്റ ടൈപ്പ് എന്നുള്ളതിനെ, അല്ലെങ്കിൽ എന്തിനാണ് ഈ ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്തിട്ട് വേണം നമ്മൾ അതിൻ്റെ സബ് ഡിവിഷൻസ്, ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ് ഒക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഡാറ്റ ടൈപ്പിനെ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക. Data types are used for defining the type of data and the set of operations that can be performed on the data. Data types are used for defining the type of data. Data types എന്തിനാണ് ഉപയോഗിക്കുന്നത്? 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. To define the type of data and the set of operations. രണ്ടാമത്തെ കാര്യം, the set of operations that can be performed on the data. അപ്പോൾ ആദ്യത്തേത് ടൈപ്പ് ഓഫ് ഡാറ്റ. ടൈപ്പ് ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ക്യാരക്ടറിനെയാണോ സ്റ്റോർ ചെയ്യേണ്ടത്, ഇൻറ്റിജറിനെയാണോ, അതോ ഫ്രാക്ഷണൽ നമ്പറിനെയാണോ, സ്ട്രിങ്ങിനെയാണോ, എന്ത് തരത്തിലുള്ള ഡാറ്റയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, അതിനെയാണ് നമ്മൾ ടൈപ്പ് ഓഫ് ഡാറ്റ. ഇൻറ്റിജർ ആണോ, ഫ്ലോട്ടിംഗ് പോയിന്റ് ആണോ, അതാണ് ടൈപ്പ് ഓഫ് ഡാറ്റ. രണ്ടാമതായിട്ട് സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ദാറ്റ് ക്യാൻ ബി പെർഫോംഡ് ഓൺ ദ ഡാറ്റ. അപ്പോൾ ഇൻറ്റിജറോ ഫ്ലോട്ടിംഗ് പോയിന്റോ ആണെങ്കിൽ അതിൻ്റെ അകത്ത് അഡീഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യാം, മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യാം. അതേസമയം ക്യാരക്ടർ ആണെങ്കിൽ ഈ ഓപ്പറേഷൻ ഒന്നും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പോൾ ഏതൊക്കെ ഓപ്പറേഷൻ അതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെയും സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റ ടൈപ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 കാര്യങ്ങളാണ്. എന്ത് ടൈപ്പ് ഡാറ്റയാണ്, ഇൻറ്റിജർ ആണോ, ഫ്ലോട്ടിംഗ് പോയിന്റ് ആണോ, എന്ത് ടൈപ്പ് ഡാറ്റയാണ്. രണ്ടാമതായിട്ട് അതിൻ്റെ അകത്ത് എന്തൊക്കെ ഓപ്പറേഷൻസ് നമ്മൾക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഈ 2 കാര്യങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ഡാറ്റ ടൈപ്പിൻ്റെ ഈ ഡെഫിനിഷനാണ് പഠിക്കേണ്ടത്. Data type is used for defining the type of data and the set of operations that can be performed on the data. അപ്പോൾ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ് മിക്കവാറും വർഷങ്ങളിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പിന്റെ കൂടെ തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റ ടൈപ്പിന്റെ ഡെഫിനിഷനും ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങൾ ഓർത്തിരിക്കണം. ഡാറ്റ ടൈപ്സ് ആർ യൂസ്ഡ് ഫോർ ഡിഫൈനിങ് ദ ടൈപ്പ് ഓഫ് ഡാറ്റ ആൻഡ് ദ സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ദാറ്റ് ക്യാൻ ബി പെർഫോംഡ് ഓൺ ദ ഡാറ്റ. ഇനി ഡാറ്റ ടൈപ്സിനെ നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്, ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ് ആൻഡ് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ്. അപ്പോൾ ഇത് പഠിപ്പിച്ചപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഫോക്കസ് ഏരിയയൊക്കെ വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങളെ ഇത് പഠിപ്പിച്ചിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പും ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പും പഠിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഡെഫിനിഷൻ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്, എന്നാൽ പോലും അത് പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ് മാത്രമേ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ, അത് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഡാറ്റ ടൈപ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. വാട്ട് ഈസ് ഡാറ്റ ടൈപ്പ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് എന്താണെന്നാണ്. അപ്പോൾ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ആർ ഡിഫൈൻഡ് ബൈ ദ C++ കമ്പൈലർ. C++ കമ്പൈലർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സിനെ ഡിഫൈൻ ചെയ്യുന്നത് C++ കമ്പൈലർ തന്നെയാണ്. യൂസറിന് അതിൻ്റെ അകത്ത് ഒരു റോളും ഇല്ല. ഇതെല്ലാം C++ കമ്പൈലർ തന്നെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റ ടൈപ്സിനെയാണ് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. ദേ ആർ ഓൾസോ നോൺ ആസ് ബിൽട്ട് ഇൻ ഡാറ്റ ടൈപ്സ്. അപ്പോൾ നമ്മൾ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് എന്ന് ചോദിക്കുന്നതിന് പകരം വാട്ട് ആർ ബിൽട്ട് ഇൻ ഡാറ്റ ടൈപ്സ് ഇൻ C++ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ ഉത്തരം തന്നെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ബിൽട്ട് ഇൻ ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പിന് പറയുന്ന വേറൊരു പേരാണ്. ദേ ആർ ഓൾസോ നോൺ ആസ് built-in data types. They are atomic and cannot be subdivided. They are atomic
ആൻഡ് കനോട്ട് ബി ഫർദർ സബ്ഡിവൈഡഡ്. അത് അറ്റോമിക് ആണ്, ഏറ്റവും ചെറുതാണ്. ഇതിനെ വേറെ ഒന്നുമായിട്ട് നമ്മൾക്ക് സബ്ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമ്മൾ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് അല്ലെങ്കിൽ നമ്മൾ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ് എടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? സബ്ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ പഠിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് ഓരോ എലമെന്റ്സ് ആയിട്ട് നമുക്ക് സബ്ഡിവൈഡ് ചെയ്ത് എടുക്കാൻ പറ്റും. നിങ്ങൾ അടുത്ത വർഷം പഠിക്കുന്നതാണ്. പക്ഷേ നമ്മളിവിടെ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സിന്റെ കേസ് പറയുകയാണെങ്കിൽ അത് അറ്റോമിക് ആണെന്നാണ് പറയുക. അറ്റോമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത അത്രയും ചെറിയൊരു സാധനത്തെയാണ് നമ്മൾ അറ്റോമിക് എന്ന് പറയാം. നിങ്ങൾ ഫിസിക്സ് ഒക്കെ പഠിച്ചപ്പോൾ ആറ്റം പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ മോളിക്യൂളിനെക്കാളും ചെറിയ സാധനമാണ് ആറ്റം എന്ന് പറയുന്നത്. അതിനെ നമ്മൾക്ക് സബ്ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ ഈ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്ന അറ്റോമിക് ആണ്, അതിനെ നമ്മൾക്ക് സബ്ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഇനി ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സിനെ നമ്മൾ 5 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇന്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ ആൻഡ് വോയിഡ് 5 ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സിനെ കുറിച്ച് ജനറൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഒന്നാമത്തേത് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ആർ ഡിഫൈൻഡ് ബൈ ദ C++ compiler. They are also known as built-in data types. They are atomic and cannot be further subdivided. It is divided into 5: int, char, float, double and void. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഈ ഓരോ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പിനെ കുറിച്ചുമാണ് നമ്മൾ ഇനിയും ഡിസ്കസ് ചെയ്യേണ്ടത്. നമ്മൾ ഓരോ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ് ആയിട്ട് എടുക്കാൻ പോവാണ്. ഫസ്റ്റ് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇന്റ് ഡാറ്റ ടൈപ്പ്. ഡാറ്റ ടൈപ്പ് ഇന്റ്. അപ്പോൾ ഇന്റ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ്, ഫസ്റ്റ് വൺ ഇന്റ്. ഇന്റ് ഡാറ്റ ടൈപ്പ് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റോറിംഗ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്തിനാണ് ഇന്റ് ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കുന്നത്. എന്തിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? Integer values. Int data type is used for storing integer values. Integer valuesനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് int data type ഉപയോഗിക്കുന്നത്. It provides 4 byte memory. C++ compiler provides 4 bytes memory for storing integer data type. Int data type. Int data type ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് 4 ബൈറ്റ് മെമ്മറിയാണ് C++ കമ്പൈലർ കൊടുക്കുന്നത്. അതിനകത്ത് ഇൻറ്റിജർ വാല്യൂസ് പോസിറ്റീവ്, നെഗറ്റീവ്, 0, പോസിറ്റീവ് നമ്പേഴ്സിനെയും നെഗറ്റീവ് നമ്പേഴ്സിനെയും സീറോയും ഹോൾ നമ്പേഴ്സ് മാത്രം, ഡെസിമൽ പോയിന്റ് ഇല്ലാത്ത ഹോൾ നമ്പേഴ്സിനെയാണ് ഇൻറ്റിജേഴ്സ് എന്ന് പറയാം. ഡെസിമൽ പോയിന്റ് ഇല്ലാത്ത ഹോൾ നമ്പേഴ്സ്, അത് നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം, 0 ആവാം. അപ്പോൾ ഇങ്ങനെയുള്ള ഹോൾ നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്റ് ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കുന്നത്. അതിന് 4 ബൈറ്റ് മെമ്മറിയാണ് GNID C++ കമ്പൈലർ കൊടുത്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഡാറ്റ ടൈപ്പ് ആണ് char ഡാറ്റ ടൈപ്പ്. Char data type is used for storing single characters in single quotation. സിംഗിൾ ക്യാരക്ടേഴ്സിന്റെ പ്രത്യേകത ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഞാൻ ഈ ക്യാരക്ടേഴ്സ് ഒരു സി വിട്ടു പോയിട്ടുണ്ട്. സിംഗിൾ ക്യാരക്ടേഴ്സ് ഇൻ സിംഗിൾ കൊട്ടേഷൻ. ക്യാരക്ടർ ലിറ്ററലിന്റെ പ്രത്യേകത നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. ക്യാരക്ടർ ലിറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടർ വെറുതെ എ എന്ന് എഴുതി കഴിഞ്ഞാൽ ഇത് ഐഡന്റിഫയർ ആണ്. ഇതിന് സിംഗിൾ കൊട്ടേഷൻ ഇട്ടാൽ മാത്രമേ ഇത് ക്യാരക്ടർ ലിറ്ററൽ ആവുള്ളൂ. ക്യാരക്ടർ ലിറ്ററലിന്റെ പ്രത്യേകത സിംഗിൾ ക്യാരക്ടർ റെപ്രസെന്റഡ് ഇൻ സിംഗിൾ കൊട്ടേഷൻ. അതാണ് ക്യാരക്ടർ ലിറ്ററലിന്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെ char ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സിംഗിൾ ക്യാരക്ടർ റെപ്രസെന്റഡ് ഇൻ സിംഗിൾ കൊട്ടേഷൻ. char ഡാറ്റ ടൈപ്പ് ഈസ് യൂസ്ഡ് ഫോർ റെപ്രസെന്റിങ് സിംഗിൾ ക്യാരക്ടർ ഇൻ സിംഗിൾ കൊട്ടേഷൻ. It has 1 byte memory. 1 ബൈറ്റ് മെമ്മറിയാണ് char ഡാറ്റ ടൈപ്പിലുള്ള ഡാറ്റയെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് char ഡാറ്റ ടൈപ്പ്, രണ്ടാമത്തേത്. ഇനി മൂന്നാമത്തേതാണ് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ്. ഫ്ലോട്ട് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് യൂസ്ഡ് ഫോർ സ്റ്റോറിംഗ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്. ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്? ഫ്രാക്ഷണൽ നമ്പേഴ്സ് യൂസ്ഡ് ഫോർ സ്റ്റോറിംഗ് fractional numbers. Fractional numbers are also known as floating point numbers. Fractional അതായത് ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പേഴ്സ്. ഈ ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രാക്ഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്. ഇത് രണ്ടും നമ്മൾ ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പേഴ്സിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് ഫ്രാക്ഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്. അങ്ങനെ ഫ്രാക്ഷണൽ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കുന്നത്. ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിന് വേണ്ടിയിട്ടും 4 ബൈറ്റ് മെമ്മറിയാണ് കമ്പൈലർ കൊടുത്തിരിക്കുന്നത്, 4 ബൈറ്റ് മെമ്മറി. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത 7 ബിറ്റ് പ്രിസിഷൻ ആണ് ഈ പറയുന്ന ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിനുള്ളത്. 7 ബിറ്റ് പ്രിസിഷൻ. അപ്പൊ പ്രിസിഷൻ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. ദ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആഫ്റ്റർ ദ ഡെസിമൽ പോയിന്റ് ഈസ് നോൺ ആസ് പ്രിസിഷൻ.
ഒരു ഡെസിമൽ പോയിന്റ് കഴിഞ്ഞതിന് ശേഷം എത്ര ഡിജിറ്റ്സ് ഉണ്ട് എന്നുള്ളതിനെയാണ് നമ്മൾ പ്രിസിഷൻ എന്ന് പറയാം. അപ്പൊ 11.235 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്പറിന്റെ പ്രിസിഷൻ എന്ന് പറയുന്നത് 3 ആണ്. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞതിന് ശേഷം എത്ര ഡിജിറ്റ്സ് ഉണ്ടോ അതിനെയാണ് നമ്മൾ പ്രിസിഷൻ ഓഫ് എ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ എന്ന് പറയാം. അപ്പൊ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനകത്ത് 7 ഡിജിറ്റ് പ്രിസിഷൻ ആണ് ഉള്ളത്. 7 ഡിജിറ്റ് പ്രിസിഷൻ, അതായത് ഡെസിമൽ പോയിന്റിന് ശേഷം മാക്സിമം 7 ഡിജിറ്റുകളെ മാത്രമേ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഇനി നാലാമത്തെ ഡാറ്റ ടൈപ്പ് ആണ് ഡബിൾ ഡാറ്റ ടൈപ്പ്. ഡബിൾ ഡാറ്റ ടൈപ്പ് യൂസ്ഡ് ഫോർ സ്റ്റോറിംഗ് ഡബിൾ പ്രിസിഷൻ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്. ഡബിൾ പ്രിസിഷൻ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്. അപ്പൊ ഇവിടെ പ്രിസിഷൻ 7 ഡിജിറ്റ് ആണെങ്കിൽ ഡബിൾ പ്രിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ഡിജിറ്റ് പ്രിസിഷൻ ആണ് ഇതിനുള്ളത്. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞതിന് ശേഷം 15 ഡിജിറ്റുകളെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇത് ഡബിൾ പ്രിസിഷൻ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. 15 ഡിജിറ്റ് പ്രിസിഷൻ ആണ്. അതിന് 8 ബൈറ്റ് മെമ്മറിയാണ് ഉപയോഗിക്കുന്നത്. ഫ്ലോട്ടിന് 4 ബൈറ്റ് മെമ്മറി ആണെങ്കിൽ ഡബിളിന് 8 ബൈറ്റ് മെമ്മറിയാണ് കമ്പൈലർ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഫ്ലോട്ടും ഡബിളും ഡാറ്റ ടൈപ്പ്. ഫ്ലോട്ട്, ഡബിൾ രണ്ട് ഡാറ്റ ടൈപ്സും ഫ്രാക്ഷണൽ നമ്പേഴ്സിനെ, ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഫ്ലോട്ടിന് 4 ബൈറ്റ് മെമ്മറിയും ഡബിളിന് 8 ബൈറ്റ് മെമ്മറിയുമാണ്. ഫ്ലോട്ടിന്റെ പ്രിസിഷൻ 7 ഡിജിറ്റും ഡബിളിന്റെ പ്രിസിഷൻ 15 ഡിജിറ്റും ആണ്. അതുകൊണ്ട് തന്നെ ഡബിൾ പ്രിസിഷൻ ഫ്ലോട്ടിംഗ് പോയിന്റ് എന്നുള്ളതിനെയാണ് നമ്മൾ ഡബിൾ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഡാറ്റ ടൈപ്സിലെ ലാസ്റ്റ് വൺ ആണ് വോയിഡ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ്. വോയിഡ് ഡാറ്റ ടൈപ്പ്, ഫിഫ്ത്ത് വൺ. അപ്പോൾ വോയിഡ് ഡാറ്റ ടൈപ്പ് റെപ്രസെന്റ്സ് എംപ്റ്റി സെറ്റ്. ഒന്നും ഇല്ല എന്നുള്ളതിനെ റെപ്രസെന്റ്, അവിടെ ഇൻഡിജറും ഇല്ല, ക്യാരക്ടറും ഇല്ല, ഫ്ലോട്ടിംഗ് പോയിന്റും ഇല്ല, ഒന്നുമില്ല. ഒന്നുമില്ലാത്ത ഒരു എംപ്റ്റി സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡാറ്റ ടൈപ്പ് ആണ് വോയിഡ് ഡാറ്റ ടൈപ്പ്. ഇറ്റ് ഓക്യുപൈസ് 0 ബൈറ്റ് മെമ്മറി. ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്താണ്, പ്രത്യേകിച്ച് അതിന് മെമ്മറിയുടെ ഒന്നും ആവശ്യമില്ല. 0 ബൈറ്റ് മെമ്മറിയാണ് വോയിഡ് ഡാറ്റ ടൈപ്പിന് വേണ്ടിയിട്ട് അസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സിൽ പഠിക്കാനുള്ളത്. ഡാറ്റ ടൈപ്സ് ആർ യൂസ്ഡ് ഫോർ defining the type of data and the set of operations that can be performed on the data. എന്ത് ടൈപ്പ് ഡാറ്റയാണ്, അതിൽ എന്തൊക്കെ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡാറ്റ ടൈപ്സ് ഉപയോഗിക്കുന്നത്. ഡാറ്റ ടൈപ്സിലെ മെയിൻ ആയിട്ടുള്ള ഡാറ്റ ടൈപ്പാണ് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ്. ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പാണ്. They cannot be further subdivided. അതിനെ വീണ്ടും ചെറുതാക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ ദ C++ കമ്പൈലർ. C++ കമ്പൈലർ ആണ് അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പിനെ നമ്മൾ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ ആണ് ഇൻറ്റ്. ഇൻറ്റ് ഡെസിമൽ പോയിന്റ് ഇല്ലാത്ത പോസിറ്റീവും നെഗറ്റീവും സീറോയും അടങ്ങുന്ന ഇൻറ്റിജർ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹോൾ നമ്പേഴ്സ് വിതൗട്ട് ഡെസിമൽ പോയിന്റ്, ഇൻറ്റിജർ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ഇൻറ്റ് ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കുന്നത്. 4 ബൈറ്റ് മെമ്മറി. ക്യാർ ഡാറ്റ ടൈപ്പ് സിംഗിൾ ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ, സിംഗിൾ കൊട്ടേഷനിലുള്ള സിംഗിൾ ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ ക്യാർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കും. ഫ്ലോട്ട് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് ഡെസിമൽ പോയിന്റ് ഉള്ള ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിനെ, ഫ്രാക്ഷണൽ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കും. 7 ഡിജിറ്റ് പ്രിസിഷൻ ആണ്, 4 ബൈറ്റ് മെമ്മറി. ഡബിൾ ആണെങ്കിൽ വലിയ ഫ്രാക്ഷണൽ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാനാണ്, അതായത് 15 ഡിജിറ്റ് പ്രിസിഷൻ വരെയുള്ള ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ ഡബിൾ ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കും. 8 ബൈറ്റ് മെമ്മറിയാണ്. എംപ്റ്റി സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വോയിഡ് ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കും. 0 ബൈറ്റ് മെമ്മറിയാണ്. അപ്പോൾ ഇത്രയാണ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. ഇനി ഇതിനോട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചു പോകുന്ന ഒരു സെക്ഷനാണ് വേരിയബിൾസ് എന്ന് പറയുന്ന സെക്ഷൻ. വേരിയബിൾസ് ആൻഡ് ഇറ്റ്സ് ആസ്പെക്ട്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടായിരിക്കാം ഈ ചാപ്റ്ററിൽ ഒരു കാര്യവും ഫോക്കസ് ഏരിയയിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിട്ടില്ല. മുഴുവൻ കാര്യങ്ങളും ഫോക്കസ് ഏരിയ, ഈ ചാപ്റ്റർ മൊത്തമായിട്ടും ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡഡ് ആണ്, ഒന്നും കുറച്ചിട്ടില്ല. അപ്പോൾ വേരിയബിൾസിനെ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. വേരിയബിൾസ് ആർ നെയിംസ് ഗിവൺ ടു ദ മെമ്മറി ലൊക്കേഷൻ. memory locations. Variables are names given to the memory location. അപ്പോൾ എവിടെയാണ് ഈ മെമ്മറി ലൊക്കേഷൻ എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. റാം എന്ന് പറയുന്ന മെമ്മറി ഉണ്ട്. ഈ റാം എന്ന് പറയുന്ന മെമ്മറിനെ ഡിഫറെൻറ്റ് സെൽസ് ആക്കി ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾക്കൊരു ഇൻറ്റിജർ നമ്പറിനെ സ്റ്റോർ ചെയ്യണമെങ്കിൽ തൊട്ട് മുമ്പത്തെ സെക്ഷനിൽ നമ്മൾ പഠിച്ചതാണ്, ഇൻറ്റിജറിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് 4 ബൈറ്റ് മെമ്മറിയാണ് വേണ്ടത്. അപ്പോൾ ഈ റാം എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ആണെങ്കിൽ നമ്മളൊരു 4 ബൈറ്റ് മെമ്മറി എടുക്കും, അതിന് ഒരു പേര് കൊടുക്കും. എ എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ ഈ 4 ബൈറ്റ് മെമ്മറിനെ കൂടെ നമ്മൾ വിളിക്കുന്ന പേരാണ് എ.
അപ്പോൾ ഈ എ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് നമുക്കൊരു ഇൻറ്റിജർ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ 4 ബൈറ്റിലും കൂടെ ആ ഇൻറ്റിജർ വാല്യൂ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു മെമ്മറി ലൊക്കേഷൻ എടുത്തിട്ട് ആ മെമ്മറി ലൊക്കേഷനെ നമുക്ക് ആ മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ്സ് ഒന്നും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല, അതൊക്കെ വലിയ നമ്പറുകളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിന് പകരമായിട്ട് നമ്മൾ ആ മെമ്മറി ലൊക്കേഷൻ കൊടുക്കുന്ന പേരിനെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ വേരിയബിൾസ് ആർ നെയിംസ് ഗിവൺ ടു ദ മെമ്മറി ലൊക്കേഷൻ. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ആസ്പെക്ട്സ് ഓഫ് എ വേരിയബിൾ. ആസ്പെക്ട്സ് ഓഫ് എ വേരിയബിൾ, ഒരു വേരിയബിളിന് 3 ആസ്പെക്റ്റുകളാണുള്ളത്. ഫസ്റ്റ് വൺ വേരിയബിൾ നെയിം, സെക്കൻഡ് വൺ മെമ്മറി അഡ്രസ്, വേരിയബിൾ നെയിം മെമ്മറി അഡ്രസ്, ആൻഡ് തേർഡ് വൺ കണ്ടന്റ്, വേരിയബിൾ നെയിം മെമ്മറി അഡ്രസ് കണ്ടന്റ്. അതിൻ്റെ അകത്ത് വേരിയബിൾ നെയിം എന്ന് പറയുന്ന ആസ്പെക്ട്സ് ഓഫ് വേരിയബിളിലെ ഫസ്റ്റ് വൺ ആണ് വേരിയബിൾ നെയിം. വേരിയബിൾ നെയിം ഈസ് എ വാലിഡ് ഐഡന്റിഫയർ യൂസ്ഡ് ടു ഐഡന്റിഫൈ ദ വേരിയബിൾ മെമ്മറി ലൊക്കേഷൻ. അതായത് ഈ മെമ്മറി ലൊക്കേഷനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന വാലിഡ് ആയിട്ടുള്ള ഒരു ഐഡന്റിഫയർ ആണ് ആര് എന്ന് പറയുന്നത്, വേരിയബിൾ നെയിം എന്ന് പറയുന്നത്. അപ്പൊ ഐഡന്റിഫയറിന്റെ റൂൾസ് ഒക്കെ ഇന്നലെ നിങ്ങൾ പഠിച്ചതാണ്. അപ്പൊ ആ റൂളുകളെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ എ എന്ന് എഴുതി കഴിഞ്ഞാൽ അതൊരു വേരിയബിൾ നെയിം ആണ്, സം എന്ന് എഴുതി കഴിഞ്ഞാൽ അതൊരു വേരിയബിൾ നെയിം ആണ്, അണ്ടർസ്കോർ എ ബി സി എന്ന് എഴുതി കഴിഞ്ഞാൽ ഒരു വേരിയബിൾ നെയിം ആണ്, എ ബി സി അണ്ടർസ്കോർ 1 എന്ന് എഴുതി കഴിഞ്ഞാൽ വേരിയബിൾ നെയിം ആണ്, നമ്പർ 1 എന്ന് എഴുതി കഴിഞ്ഞാൽ വേരിയബിൾ നെയിം ആണ്. അപ്പൊ ഇങ്ങനെ അതേസമയം നമ്മൾ 1 നമ്പർ എന്ന് എഴുതി കഴിഞ്ഞാൽ ഇത് വേരിയബിൾ നെയിം അല്ല, കാരണം ഇത് ഇൻവാലിഡ് ആയിട്ടുള്ള ഐഡന്റിഫയർ ആണ്. കാരണം എല്ലാ ഐഡന്റിഫയേഴ്സും എന്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം, ഒന്നെങ്കിൽ ആൽഫബറ്റോ അല്ലെങ്കിൽ ഡിജിറ്റ് അണ്ടർസ്കോറോ ആയിരിക്കണം. ഡിജിറ്റ് വെച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഇൻവാലിഡ് ആണ്. അപ്പൊ ഈ രീതിയിൽ വാലിഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഐഡന്റിഫയർ നമ്മൾ ഈ നെയിം ഐഡന്റിഫൈ മെമ്മറി ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ വേരിയബിൾ നെയിം എന്ന് പറയുന്നത്. അപ്പോൾ വേരിയബിളിന്റെ ഫസ്റ്റ് ആസ്പെക്ട് ആണ് വേരിയബിൾ നെയിം. ഇറ്റ് ഈസ് എ വാലിഡ് ഐഡന്റിഫയർ ഗിവൺ ടു ഐഡന്റിഫൈ ദ മെമ്മറി ലൊക്കേഷൻ. മെമ്മറി ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു വാലിഡ് ഐഡന്റിഫയർ ആണ് വേരിയബിൾ നെയിം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേതാണ് മെമ്മറി അഡ്രസ് എന്ന് പറയുന്നത്. അപ്പൊ മെമ്മറി അഡ്രസ്സിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? മെമ്മറി അഡ്രസ് ഈസ് ദ ബേസ് അഡ്രസ് ഓഫ് ദ അസൈൻഡ് മെമ്മറി ഫോർ വേരിയബിൾ. വേരിയബിളിന് വേണ്ടിയിട്ട് അസൈൻ ചെയ്തിരിക്കുന്ന മെമ്മറിയുടെ ബേസ് അഡ്രസ്സിനെയാണ് മെമ്മറി അഡ്രസ് അല്ലെങ്കിൽ എൽ വാല്യൂ എന്ന് പറയുന്നത്. മെമ്മറി അഡ്രസ് ഈസ് ഓൾസോ നോൺ ആസ് എൽ വാല്യൂ. ഈ വാക്കും ഓർത്തിരിക്കേണ്ടതാണ്, എൽ വാല്യൂ. കാരണം വാട്ട് ഈസ് എൽ വാല്യൂ, കമ്പയർ എൽ വാല്യൂ ആൻഡ് ആർ വാല്യൂ എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പൊ എൽ വാല്യൂവും ആർ വാല്യൂവും എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം, കൺഫ്യൂഷൻ ആവാൻ പാടില്ല. മെമ്മറി അഡ്രസ്സിനെയാണ് എൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ മെമ്മറി അഡ്രസ് ഓർ എൽ വാല്യൂ ഈസ് ദ ബേസ് അഡ്രസ് ഓഫ് ദ മെമ്മറി അസൈൻഡ് ഫോർ വേരിയബിൾ. ഒരു വേരിയബിളിന് വേണ്ടിയിട്ട് അസൈൻ ചെയ്തിരിക്കുന്ന മെമ്മറിയുടെ ബേസ് അഡ്രസ്സിനെയാണ് എൽ വാല്യൂ അല്ലെങ്കിൽ മെമ്മറി അഡ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ബേസ് അഡ്രസ് എന്താണെന്നൊരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഒരു ഇൻറ്റിജർ വേരിയബിൾ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ 4 ബൈറ്റ് മെമ്മറിയാണ് ഇൻറ്റിജറിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. 4 ബൈറ്റ് മെമ്മറി. ആദ്യത്തെ ബൈറ്റിന്റെ അഡ്രസ്സ് 1002, ഇത് 1003, ഇത് 1004, ഇത് 1005. 1005 എന്നൊന്നും ആയിരിക്കില്ല കേട്ടോ, വലിയ നമ്പറുകൾ ഹെക്സാഡെസിമൽ നമ്പറൊക്കെ ആയിരിക്കും ഓരോ മെമ്മറി അഡ്രസ്സ്. നമ്മൾക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇപ്പോൾ എളുപ്പത്തിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ 1000 എന്ന് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഈ 4 ബൈറ്റ് മെമ്മറിയും ഒരു ഇൻറ്റിജറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവിടെയാണെങ്കിൽ എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നെയിം ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഇൻറ്റിജറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ 4 ബൈറ്റ് മെമ്മറിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 4 ബൈറ്റ് മെമ്മറി. അപ്പൊ ഇവിടെ 4 ബൈറ്റ് മെമ്മറി, ഓരോ ബൈറ്റിനും ഓരോ അഡ്രസ് ഉണ്ട്. റാമിലെ ഓരോ സെല്ലുകൾക്കും ഓരോ അഡ്രസ് ഉണ്ട്. ഓരോ സെല്ലും ഓരോ ബൈറ്റ് ആണ്, ഓരോ സെല്ലുകൾക്കും അഡ്രസ് ഉണ്ട്. ഇവിടെയാണെങ്കിൽ 1002, 1003, 1004, 1005. അതിൻ്റെ അകത്ത് ആദ്യത്തെ സെല്ലിന്റെ അസൈൻ ചെയ്തിരിക്കുന്ന മെമ്മറിയിലെ ആദ്യത്തെ സെല്ലിന്റെ അഡ്രസ്സിനെയാണ് നമ്മൾ ബേസ് അഡ്രസ് എന്ന് പറയുന്നത്. ഇവിടെ 1002, 1003, 1004, 1005 എ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ ആദ്യത്തെ സെല്ലിന്റെ അഡ്രസ് എന്ന് പറയുന്നത് 1002 ആണ്. ഈ 1002നെയാണ് നമ്മൾ ബേസ് അഡ്രസ് അല്ലെങ്കിൽ മെമ്മറി അഡ്രസ് ഓഫ് ദ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പൊ മെമ്മറി അഡ്രസ് അല്ലെങ്കിൽ എൽ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ബേസ് അഡ്രസ് ഓഫ് അസൈൻഡ് മെമ്മറി ഫോർ എ വേരിയബിൾ. അതായത് ഒരു വേരിയബിളിന് വേണ്ടിയിട്ട് അസൈൻ ചെയ്തിരിക്കുന്ന മെമ്മറിയിലെ ബേസ് അഡ്രസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെമ്മറി അഡ്രസ് അല്ലെങ്കിൽ എൽ വാല്യൂ ഓഫ് ദ വേരിയബിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ബേസ് അഡ്രസ് എന്ന് പറയുന്നത്
അസൈൻ ചെയ്ത് കുറേ സെല്ലുകൾ അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഫസ്റ്റ് സെല്ലിൻ്റെ അഡ്രസ്സിനെയാണ് നമ്മൾ ബേസ് അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡബിൾ ഡാറ്റ ടൈപ്പ് ആണെങ്കിൽ ഇതേപോലെയുള്ള 8 സെല്ലുകളെ അസൈൻ ചെയ്യും. 1006, 1007, 1008 അങ്ങനെ 8 സെല്ലുകളെ അസൈൻ ചെയ്യും. അതിനകത്താണെങ്കിലും ഈ ഫസ്റ്റ് സെല്ലിൻ്റെ അഡ്രസ്സിനെയാണ് നമ്മൾ ബേസ് അഡ്രസ് അല്ലെങ്കിൽ മെമ്മറി അഡ്രസ് അല്ലെങ്കിൽ എൽ വാല്യൂ ഓഫ് ദ വേരിയബിൾ എന്ന് പറയുന്നത്. ഇതാണ് വേരിയബിളിൻ്റെ രണ്ടാമത്തെ ആസ്പെക്ട്. ഇനി വേരിയബിളിന്റെ മൂന്നാമത്തെ ആസ്പെക്ട് ആണ് കണ്ടന്റ് ഓർ ആർ വാല്യൂ ഓഫ് ദ വേരിയബിൾ. കണ്ടന്റ് ഓഫ് ദ വേരിയബിൾ ഓർ ദ ആർ വാല്യൂ ഓഫ് ദ വേരിയബിൾ. കണ്ടന്റ് ഓർ ആർ വാല്യൂ ഓഫ് ദ വേരിയബിൾ ഈസ് ദ ഡാറ്റ സ്റ്റോർഡ് ഇൻ ദ മെമ്മറി. ഡാറ്റ സ്റ്റോർഡ് ഇൻ ദ മെമ്മറി. അപ്പൊ നമ്മൾ പറയാണ് a = 5 എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ 5 എന്ന് പറയുന്ന വാല്യൂ ആണ് എ എന്ന് പറയുന്ന മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 4 കോളങ്ങളിലായിട്ട് സ്റ്റോർ ചെയ്യുന്നത് 5 എന്ന് പറയുന്ന വാല്യൂ ആണ്. ആ വാല്യൂവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടന്റ് അല്ലെങ്കിൽ ആർ വാല്യൂ ഓഫ് ദ വേരിയബിൾ. ദ ഡാറ്റ സ്റ്റോർഡ് ഇൻ എ വേരിയബിൾ ഈസ് നോൺ ആസ് കണ്ടന്റ് ഓർ ആർ വാല്യൂ ഓഫ് ദ വേരിയബിൾ. ഇപ്പോൾ സം = 0 എന്ന് പറയുകയാണെങ്കിൽ സം എന്ന് പറയുന്ന വേരിയബിൾ ആണ്. അതിൻ്റെ അകത്ത് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ ആണ് 0. ഈ 0യാണ് നമ്മൾ കണ്ടന്റ് അല്ലെങ്കിൽ ആർ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് വേരിയബിളിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്. വേരിയബിൾസ് ആർ നെയിംസ് ഗിവൺ ടു ദ മെമ്മറി ലൊക്കേഷൻസ്. അതാണ് വേരിയബിളിന്റെ ഡെഫിനിഷൻ. വേരിയബിൾസ് ആർ നെയിംസ് ഗിവൺ ടു ദ മെമ്മറി ലൊക്കേഷൻസ്. വേരിയബിൾ ഹാസ് 3 ആസ്പെക്ട്സ്: വേരിയബിൾ നെയിം, മെമ്മറി അഡ്രസ്, കണ്ടന്റ്. വേരിയബിൾ നെയിം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വാലിഡ് ഐഡന്റിഫയർ യൂസ്ഡ് ഫോർ ഐഡന്റിഫൈയിങ് ദ മെമ്മറി ലൊക്കേഷൻ. മെമ്മറി ലൊക്കേഷനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാലിഡ് ആയിട്ടുള്ള ഒരു ഐഡന്റിഫയറിനെയാണ് വേരിയബിൾ നെയിം എന്ന് പറയുന്നത്. മെമ്മറി അഡ്രസ് ഓർ എൽ വാല്യൂ. മെമ്മറി അഡ്രസ് അല്ലെങ്കിൽ എൽ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ബേസ് അഡ്രസ് ഓഫ് മെമ്മറി അസൈൻഡ് ടു ദ വേരിയബിൾ. വേരിയബിളിന് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന മെമ്മറിയുടെ ബേസ് അഡ്രസ്സിനെയാണ് മെമ്മറി അഡ്രസ് അല്ലെങ്കിൽ എൽ വാല്യൂ എന്ന് പറയുന്നത്. ഡാറ്റ സ്റ്റോർഡ് ഇൻ ദ വേരിയബിൾ ഈസ് നോൺ ആസ് കണ്ടന്റ് ഓർ ആർ വാല്യൂ ഓഫ് ദ വേരിയബിൾ. അപ്പം അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ എന്താണോ, വാല്യൂ എന്താണോ അതിനെയാണ് കണ്ടന്റ് അല്ലെങ്കിൽ ആർ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് വേരിയബിൾസ് എന്ന് പറയുന്ന സെക്ഷനിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്ത ഈ ചാപ്റ്ററിലെ അടുത്ത സെക്ഷൻ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ കേട്ടോ. ഞാനിത് ഓൾറെഡി പഠിപ്പിച്ചതാണ്. ഇതിൻ്റെ അകത്ത് വലിയ കൺഫ്യൂഷൻ്റെ ഒന്നും ഘടകങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വേഗം ഈ കാര്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. നിങ്ങൾക്ക് ഒന്ന് റിഫ്രഷ് ആവും. നമ്മൾ പെട്ടെന്ന് എല്ലാ പാഠങ്ങളും ഒന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും റിഫ്രഷ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ പറയുകയോ പേഴ്സണലായിട്ട് പറയുകയോ ചെയ്യാം കേട്ടോ. എനിക്ക് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതല്ല എഫക്റ്റീവ്, വേറെ ഏതെങ്കിലും മെത്തേഡാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ പറയുകയോ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. പിന്നെ അടുത്ത സെക്ഷനാണ്, ഞാൻ ഇത് ഫാസ്റ്റായിട്ട് പറഞ്ഞു പോവുകയുള്ളൂ, ഓപ്പറേറ്റേഴ്സ്. അടുത്ത സെക്ഷനാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഓപ്പറേറ്റേഴ്സ് ആർ സിംബൽസ് യൂസ്ഡ് ഫോർ പെർഫോമിംഗ് സം ഓപ്പറേഷൻ. എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സിംബലിനെയാണ് നമ്മൾ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇനി ദ ഡാറ്റ ഓൺ വിച്ച് ദ ഓപ്പറേറ്റർ ഈസ് അപ്ലൈഡ് ഈസ് കോൾഡ് ഓപ്പറാൻഡ്. ഈ രണ്ട് ഡെഫിനിഷനെ നിങ്ങൾ ഓർത്തിരിക്കണം. വാട്ട് ഈസ് ഓപ്പറേറ്റർ എന്നും വാട്ട് ഈസ് ഓപ്പറാൻഡ് എന്നും നിങ്ങൾ ഈ സെക്ഷനിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓപ്പറേറ്റേഴ്സ് ആർ സിംബൽസ് യൂസ്ഡ് ഫോർ പെർഫോമിംഗ് സം ഓപ്പറേഷൻസ്. അത് നിങ്ങൾ ഇന്നലെ ഡെഫിനിഷൻ പഠിച്ചതാണ്, ഞാൻ വീണ്ടും പറയേണ്ട ആവശ്യമില്ല. പ്ലസ്, മൈനസ്, സ്റ്റാർ, സ്ലാഷ് പോലെ എന്തെങ്കിലും ഓപ്പറേഷൻ, അഡീഷൻ പെർഫോം ചെയ്യാനുള്ള സിമ്പിളാണ് പ്ലസ്, സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യാനുള്ള സിമ്പിളാണ് മൈനസ്. അപ്പോൾ എന്തെങ്കിലും ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇതേപോലെയുള്ള സിമ്പിൾസിനെ വിളിക്കുന്ന പേരാണ് ഓപ്പറേറ്റർ. ഈ ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യുന്ന ഡാറ്റയെ വിളിക്കുന്ന പേരാണ് ഓപ്പറാൻഡ്. അപ്പോൾ നമ്മൾ 3+4 എന്നാണ് പറയുന്നതെങ്കിൽ ഇവിടെ പ്ലസ് എന്ന് പറയുന്നത് ഓപ്പറേറ്റർ ആണ്. 3ലും 4ലും ആണ് ഈ പ്ലസ് അപ്ലൈ ചെയ്യുന്നത്, 3ഉം 4ഉം കൂടിയാണ് കൂട്ടുന്നത്. അപ്പൊ ഈ 3നെയും 4നെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഓപ്പറാൻഡ്. അപ്പോൾ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഓപ്പറാൻഡ്സ്. ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യുന്ന ഡാറ്റയെ വിളിക്കുന്ന പേരാണ് ഓപ്പറാൻഡ്. അപ്പോൾ ഓപ്പറേറ്റേഴ്സും ഓപ്പറാൻഡും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓപ്പറേറ്റേഴ്സ് ആണ് ഇനി നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓപ്പറേറ്റേഴ്സിനെ നമ്മൾ രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുക. ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഓപ്പറാൻഡ്സ്. ബേസ്ഡ് ഓൺ നമ്പർ ഓഫ്
ഓപ്പറാൻഡ്സ്, പിന്നെ ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് ഓപ്പറേറ്റർ. ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് ഓപ്പറേറ്റർ. ഈ രണ്ട് രീതിയിലും നമ്മൾക്ക് ഓപ്പറേറ്റേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം. എത്ര ഓപ്പറാൻഡ്സ് ഉണ്ട് എന്നുള്ളതിന്റെ ബേസിലും ക്ലാസിഫൈ ചെയ്യാം. അതേപോലെ തന്നെ എന്ത് ഓപ്പറേറ്റർ, ടൈപ്പ് ഓഫ് ഓപ്പറേറ്ററിന്റെ ബേസിലും നമ്മൾക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ആദ്യം നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഓപ്പറാൻഡ്സ്, എത്ര ഓപ്പറാൻഡ്സ് ഉണ്ട് എന്നുള്ളതിന്റെ ബേസിലാണ്. അതിനെ നമ്മൾ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്യുക. യൂണറി ഓപ്പറേറ്റേഴ്സ്, ബൈനറി ഓപ്പറേറ്റേഴ്സ് ആൻഡ് ടെർണറി ഓപ്പറേറ്റേഴ്സ്. യൂണറി ഓപ്പറേറ്റേഴ്സ്, ബൈനറി ഓപ്പറേറ്റേഴ്സ്, ടെർണറി ഓപ്പറേറ്റേഴ്സ്. അതിൻ്റെ അകത്തെ ഫസ്റ്റ് വൺ ആണ് യൂണറി ഓപ്പറേറ്റേഴ്സ്. യൂണറി ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഓപ്പറേറ്റേഴ്സ് വിത്ത് ഓൺലി വൺ ഓപ്പറാൻഡ്. ഒരു ഓപ്പറാൻഡ് മാത്രം ഉള്ള ഓപ്പറേറ്റേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണറി ഓപ്പറേറ്റേഴ്സ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ പ്ലസ് എ അല്ലെങ്കിൽ പ്ലസ് 3 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്തിനാണ് ഈ പ്ലസ് ഉപയോഗിക്കുന്നത്? ഈ 3 എന്ന് പറയുന്ന നമ്പർ പോസിറ്റീവ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരു പ്ലസ് ഇട്ടിരിക്കുന്നത്. ഇതിന് എത്ര ഓപ്പറാൻഡ് ഉണ്ട്? ഒറ്റ ഓപ്പറാൻഡേ ഉള്ളൂ. ഇവിടെ 3 എന്ന് പറയുന്ന ഒറ്റ ഓപ്പറാൻഡേ ഉള്ളൂ. ഇനി അല്ലെങ്കിൽ നമ്മൾ എ പ്ലസ് പ്ലസ് എന്ന് എഴുതി. എ പ്ലസ് പ്ലസ് എന്ന് പറയുന്നത് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ആണ്. എ പ്ലസ് പ്ലസ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് എയുടെ വാല്യൂവിനെ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് എ പ്ലസ് പ്ലസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ പ്ലസ് പ്ലസ് എന്ന് പറയുന്ന ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ഇതിന് ഈ ഓപ്പറേറ്റർ പ്ലസ് പ്ലസ് ആണ്. അതിന് എത്ര ഓപ്പറാൻഡ് ഉണ്ട്? എ എന്ന് പറയുന്ന ഒരു സിംഗിൾ ഓപ്പറാൻഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ സിംഗിൾ ഓപ്പറാൻഡ് മാത്രം ഉള്ള ഓപ്പറേറ്റേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണറി ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റേഴ്സ് ദാറ്റ് ഹാവ് ഓൺലി വൺ ഓപ്പറാൻഡ്. ഇനി ബൈനറി ആണെങ്കിലോ 2 ഓപ്പറാൻഡ്സ്, 2 ഓപ്പറാൻഡ്സ് ഉള്ള ഓപ്പറേറ്റേഴ്സിനെ വിളിക്കുന്ന പേരാണ് ബൈനറി ഓപ്പറേറ്റേഴ്സ്. അതിന്റെ എക്സാമ്പിൾ ആണ് പ്ലസ് 3 പ്ലസ് 4 എന്ന് പറയുന്ന അഡീഷൻ. ഇതിന് എത്ര ഓപ്പറേറ്റേഴ്സ് ഉണ്ട്? 3, 4 എന്ന് പറയുന്ന 2 ഓപ്പറാൻഡ്സ് ഉണ്ട്. അതുകൊണ്ട് ഇത് ബൈനറി ആണ്. എ ലെസ് ദാൻ ബി എന്ന് പറയുമ്പം ലെസ് ദാൻ ആണ് ഓപ്പറേറ്റർ. എ ബി എന്ന് പറയുന്ന 2 ഓപ്പറാൻഡുകളാണ് ഇവിടെയുള്ളത്. ഇങ്ങനെ 2 ഓപ്പറാൻഡ്സ് ഉള്ള ഓപ്പറേറ്റേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൈനറി ഓപ്പറേറ്റേഴ്സ്. ഇനി മൂന്നാമത്തേതാണ് ടെർണറി ഓപ്പറേറ്റേഴ്സ്. ദേ ആർ ഓപ്പറേറ്റേഴ്സ് വിത്ത് 3 ഓപ്പറാൻഡ്സ്. 3 ഓപ്പറാൻഡ്സ് ഉള്ള ഓപ്പറേറ്റേഴ്സിനെ വിളിക്കുന്ന പേരാണ് ടെർണറി ഓപ്പറേറ്റർ. അതിന്റെ എക്സാമ്പിൾ ആണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. കണ്ടീഷണൽ ഓപ്പറേറ്റർ നിങ്ങൾക്ക് ഈ വർഷം പഠിക്കാനുള്ളതായിരുന്നു, പക്ഷേ ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇത്രയാണ് ഓപ്പറേറ്റേഴ്സിന്റെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഓപ്പറാൻഡ്സ്. ഇത് എല്ലാം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഈ ചാപ്റ്ററിലെ മിക്കവാറും സെക്ഷനിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുള്ളതാണ്. ഡാറ്റ ടൈപ്സ് ചോദിക്കാറുണ്ട്, പിന്നെ ഇത് ഓപ്പറേറ്റേഴ്സ് ചോദിക്കാറുണ്ട്, വേരിയബിൾസും ആസ്പെക്ട്സും ചോദിക്കാറുണ്ട്, പിന്നെ സ്റ്റേറ്റ്മെന്റ്സ്, ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സും ചോദിക്കാറുണ്ട്. എക്സ്പ്രഷൻസ് മാത്രമേ അത്ര അധികമായിട്ട് ചോദിച്ച് കാണാത്തതുള്ളൂ. എക്സ്പ്രഷൻ എന്ന് പറയുന്ന സെക്ഷൻ. ബാക്കി എല്ലാ സെക്ഷൻസും ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. എക്സ്പ്രഷൻസ് ഒഴിച്ച് ബാക്കിയല്ല. എക്സ്പ്രഷനും അത് വെച്ച് നിങ്ങൾ പഠിക്കാതിരിക്കരുത്. എക്സ്പ്രഷനും ചോദിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഈ വർഷം എക്സ്പ്രഷനും ചോദിച്ചേക്കാം. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിമ്പലാണ് ഓപ്പറേറ്റർ. ആ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന ഡാറ്റയെ ഓപ്പറാൻഡ് എന്ന് പറയും. എത്ര ഓപ്പറാൻഡ് ഉണ്ട് എന്നുള്ളതിൻ്റെ ബേസിൽ, നമ്പർ ഓഫ് ഓപ്പറാൻഡ്സിൻ്റെ ബേസിൽ നമ്മൾ ഓപ്പറേറ്റേഴ്സിനെ 3 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. യൂണറി, ബൈനറി ആൻഡ് ടെർണറി. ഇപ്പോൾ യൂണറി ആണെങ്കിൽ ഒരു ഓപ്പറാൻഡ് മാത്രമുള്ള ഓപ്പറേറ്റേഴ്സ് ആണ് യൂണറി. അതിൻ്റെ എക്സാമ്പിൾസ് പ്ലസ് പ്ലസ്, മൈനസ് മൈനസ്, പിന്നെ യൂണറി പ്ലസ്, യൂണറി മൈനസ്. അത് നമ്പർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കാണിക്കാനാണ് യൂണറി പ്ലസ്, യൂണറി മൈനസ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം യൂണറി ഓപ്പറേറ്റേഴ്സ് ആണ്. ബൈനറി ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഓപ്പറാൻഡ്സ് ഉള്ള ഓപ്പറേറ്റേഴ്സ് ആണ് ബൈനറി ഓപ്പറേറ്റേഴ്സ്. അത് അതിൻ്റെ എക്സാമ്പിൾസ് ആണ് പ്ലസ്, മൈനസ്, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ. ഇതെല്ലാം ബൈനറി ഓപ്പറേറ്റേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. ടെർണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഓപ്പറാൻഡ്സ് ഉള്ള ഓപ്പറേറ്റർ ആണ് ടെർണറി ഓപ്പറേറ്റർ. അതിൻ്റെ എക്സാമ്പിൾ ആണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. ഇതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇനി രണ്ടാമത്തേതാണ് ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ. എന്ത് ടൈപ്പ് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളതിന്റെ ബേസിൽ വീണ്ടും നമ്മൾക്ക് ഈ ഓപ്പറേറ്റേഴ്സിനെ സബ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്.
classification based on type of operation. Classification based on type of operation. എന്ത് ടൈപ്പ് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് അടുത്ത് നമ്മൾ പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 5 arithmetic operators, relational operators, logical operators, assignment operator, and input output operator. അഞ്ചായിട്ടാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സിനെ ഡിവൈഡ് ചെയ്യുന്നത്. arithmetic operators, relational operators, logical operators, assignment operator and input output operator based on type of operation. എന്ത് ടൈപ്പ് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ബേസിലാണ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. arithmetic, relational, logical, assignment, input output. അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് arithmetic operators. Arithmetic operators are used for performing mathematical operations. പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് arithmetic operators ഉപയോഗിക്കുന്നത്. യൂസ്ഡ് ഫോർ പെർഫോമിംഗ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്. ഇനി ഇതിനകത്ത് ഇൻപുട്ടും ഔട്ട്പുട്ടും ന്യൂമറിക് വാല്യൂസ് ആയിരിക്കും. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വിൽ ബി ന്യൂമറിക്. നമ്പേഴ്സിലാണ് ഈ പറയുന്ന ഓപ്പറേഷൻസ് എല്ലാം നമുക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ അകത്തെ ഇൻപുട്ട് ഓപ്പറാൻസും അതേപോലെ തന്നെ നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ടും അത് രണ്ടും നമ്പേഴ്സ് ആയിരിക്കും. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് 5 എണ്ണമാണുള്ളത്. പ്ലസ്, മൈനസ്, സ്റ്റാർ, സ്ലാഷ് ആൻഡ് മോഡുലോ ഡിവിഷൻ. 5 അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്. പ്ലസ്, മൈനസ്, സ്റ്റാർ, സ്ലാഷ് ആൻഡ് പെർസെൻറ്റേജ് 5 അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ പ്ലസ് അത് നിങ്ങൾക്കറിയാം, പ്ലസ് അഡീഷന് വേണ്ടിയിട്ട്, മൈനസ് സബ്ട്രാക്ഷന് വേണ്ടിയിട്ട്, സ്ലാഷ് ഡിവിഷന് വേണ്ടിയിട്ട്, സ്റ്റാർ മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട്. ഈ പെർസെൻറ്റേജ് എന്ന് പറയുന്ന മോഡുലോ ഡിവിഷൻ സിമ്പിൾ. മോഡുലോ ഡിവിഷൻ, മോഡ് എന്നാണ് ഇതിനെ നമ്മൾ വിളിക്കുക. മോഡുലോ ഡിവിഷൻ സിമ്പിൾ ഈസ് യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ദ റിമൈൻഡർ. നമ്മൾ ഹരിച്ച് കിട്ടുന്ന ശിഷ്ടം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്ററാണ് പെർസെൻറ്റേജ് എന്ന് പറയുന്ന മോഡുലോ ഡിവിഷൻ ഓപ്പറേറ്റർ. ഇത്രയാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടും അതേപോലെ തന്നെ നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ടും, ഓപ്പറാൻസും അതിൻ്റെ റിസൾട്ടും ന്യൂമറിക് വാല്യൂസ് ആകും. അത് ഇൻഡിജേഴ്സ് ആവാം, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ആവാം, എന്തും ആവാം, പക്ഷേ നമ്പേഴ്സ് ആയിരിക്കണം, ന്യൂമറിക് വാല്യൂസ് ആയിരിക്കും ഇൻപുട്ടും ഔട്ട്പുട്ടും. ഇനി അതിന് 5 അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്. പ്ലസ്, മൈനസ്, സ്റ്റാർ, സ്ലാഷ്, പെർസെൻറ്റേജ്. ഓരോന്നിൻ്റെയും ആവശ്യകത എന്താണെന്ന് പഠിക്കും. ഇനി രണ്ടാമത്തെ ഓപ്പറേറ്റർ, ടൈപ്പ് ഓഫ് ഓപ്പറേറ്റർ ആണ് റിലേഷണൽ ഓപ്പറേറ്റർ, യൂസ്ഡ് ഫോർ കമ്പയറിംഗ് ന്യൂമറിക് വാല്യൂസ്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ്ഡ് ഫോർ കമ്പയറിംഗ് ന്യൂമറിക് വാല്യൂസ്. ന്യൂമറിക് വാല്യൂസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് 6 എണ്ണമാണുള്ളത്. ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. 6 തരത്തിലുള്ള റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്. ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. അപ്പോൾ ഇങ്ങനെ ന്യൂമറിക് ഇപ്പോൾ നമ്മൾ 2 വാല്യൂസ് 3ഉം 5ഉം തമ്മിൽ കമ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ നോക്കുകയാണ് 3 5-നേക്കാളും ചെറുതാണോ. ചെറുതാണെങ്കിൽ ട്രൂ എന്ന് പറയുന്ന ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും, തെറ്റാണെങ്കിൽ ഫാൾസ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ന്യൂമറിക് വാല്യൂസിനെ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. 6 എണ്ണമാണുള്ളത്. ഇതിന്റെ ഇൻപുട്ട് നമ്മൾ പറഞ്ഞ ന്യൂമറിക് വാല്യൂസിനാണ് കമ്പയർ ചെയ്യുക. അപ്പോൾ ഇൻപുട്ട് ന്യൂമറിക് വാല്യൂസും ഔട്ട്പുട്ട് വിൽ ബി ട്രൂ ഓർ ഫോൾസ്. ട്രൂ ഓർ ഫോൾസ് ഔട്ട്പുട്ട് ആയിരിക്കും ഇതിൻ്റെ അടുത്തുനിന്ന് കിട്ടുക. അപ്പോൾ നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ന്യൂമറിക് വാല്യൂസ് ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് ന്യൂമറിക് ആയിരിക്കും, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ട്രൂ ഓർ ഫോൾസ് ഔട്ട്പുട്ടാണ് നമ്മൾക്ക് കിട്ടുക. ഇതാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ 5 ഗ്രേറ്റർ ദാൻ 10 എന്ന് എഴുതാണ്. 5 ഗ്രേറ്റർ ദാൻ 10. 5നെയും 10നെയും തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിയിരിക്കുന്നത്. 5 ഗ്രേറ്റർ ദാൻ 10. ഇതിന്റെ റിസൾട്ട് 5ഉം 10ഉം ന്യൂമറിക് ആണ്. ഇൻപുട്ട് എന്ന് പറയുന്നത് ന്യൂമറിക് ആണ്, ഓപ്പറാൻഡ്സ് ന്യൂമറിക് ആണ്. ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 5 ഗ്രേറ്റർ ദാൻ 10. 5 10നേക്കാളും വലുതാണോ? അല്ല. അതുകൊണ്ട് ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഫോൾസ് ആയിരിക്കും. ഫോൾസ്. അപ്പൊ ഔട്ട്പുട്ട്, ഒരു റിലേഷണൽ ഓപ്പറേഷന്റെ ഔട്ട്പുട്ട് എപ്പോഴും ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും. അല്ലെങ്കിൽ ട്രൂ എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടും, അല്ലെങ്കിൽ ഫോൾസ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുക. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓപ്പറേറ്റർ ആണ് ലോജിക്കൽ ഓപ്പറേറ്റർ യൂസ്ഡ് ഫോർ കമ്പൈനിങ്, കമ്പയറിംഗ് അല്ല, കമ്പൈനിങ് റിലേഷണൽ ഓപ്പറേഷൻസ്. കമ്പൈനിങ് റിലേഷണൽ ഓപ്പറേഷൻസ്. റിലേഷണൽ ഓപ്പറേഷൻസിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. അത് 3 എണ്ണാണുള്ളത്. ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്. ഉറപ്പായിട്ടും ഈ ക്വസ്റ്റ്യൻ ചോദിക്കും. ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്. ഇതിൽ 3 എണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ 2 ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എങ്കിലും ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്നതാണ്. ഈ വർഷവുമായിട്ട് അത് ഒഴിവാകുമൊന്നുമില്ല. ഒരു ലോജിക്കൽ ഓപ്പറേറ്റർ, 2 ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എങ്കിലും ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. ലോജിക്കൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് പഠിപ്പിച്ചപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ അകത്ത് നിങ്ങൾ കൃത്യമായിട്ടും അതിൻ്റെ തിയറി പാർട്ടും അതിൻ്റെ പ്രോബ്ലം പാർട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൻ്റെ. അപ്പോൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് റിലേഷണൽ ഓപ്പറേഷൻസ് ന്യൂമറിക് വാല്യൂസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഇങ്ങനെയുള്ള ഒന്നിൽ കൂടുതൽ റിലേഷണൽ ഓപ്പറേഷൻസിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറയാണ് 3 ലെസ് ദാൻ 5, 4 ഗ്രേറ്റർ ദാൻ 3. 2 എണ്ണാണുള്ളത്. ഇതൊരു റിലേഷണൽ ഓപ്പറേഷൻ ആണ്. ഇവിടെയും ഒരു റിലേഷണൽ ഓപ്പറേഷൻ ഉണ്ട്. അപ്പൊ 2 റിലേഷണൽ ഓപ്പറേഷൻസ് ഉണ്ട്. ഇതിനെ തമ്മിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് 3 എണ്ണം. അതിൻ്റെ അകത്തെ ഫസ്റ്റ് വൺ ആണ് ലോജിക്കൽ ആൻഡ്. ലോജിക്കൽ ആൻഡിനെ നമ്മൾ 2 ആംപേഴ്സെന്റ് സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ആംപേഴ്സെന്റ്, ആംപേഴ്സെന്റ്, നമ്മൾ ആൻഡ് സിമ്പിളിനെയാണ് ആംപേഴ്സെന്റ് എന്ന് പറയാം. ഈ 2 ആംപേഴ്സെന്റ് സിമ്പിൾസിനെയാണ് നമ്മൾ ആൻഡ് ഓപ്പറേറ്റർ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ആൻഡ് ഓപ്പറേറ്ററിന്റെ പ്രത്യേകത, നമ്മൾ ജോയിൻ ചെയ്യുന്ന റിലേഷണൽ ഓപ്പറേഷൻസിലെ 2 എണ്ണവും ട്രൂ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ ലോജിക്കൽ ആൻഡിന്റെ ഔട്ട്പുട്ട് ട്രൂ ആവത്തുള്ളൂ. അപ്പൊ ലോജിക്കൽ ആൻഡിന്റെ പ്രത്യേകത, ലോജിക്കൽ ആൻഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എല്ലാ ലോജിക്കൽ ഓപ്പറേഷൻസിന്റെയും ഇൻപുട്ട് എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻപുട്ട് എന്ന് പറയുന്നത് ഇവിടെയാണെങ്കിൽ ന്യൂമറിക് വാല്യൂസ്, റിലേഷണൽ ആണെങ്കിലും ഇൻപുട്ട് എന്ന് പറയുന്നത് ന്യൂമറിക് വാല്യൂസ് ആണ്. ലോജിക്കൽ ഓപ്പറേഷൻസിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് റിലേഷണൽ എക്സ്പ്രഷൻസ് ആണ്. ഒന്നോ അതിൽ കൂടുതലോ റിലേഷണൽ എക്സ്പ്രഷൻസ് കമ്പൈൻ ചെയ്യാനാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ലോജിക്കൽ എക്സ്പ്രഷൻസിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് റിലേഷണൽ ഓപ്പറേഷൻസും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ട്രൂ ഓർ ഫോൾസും ആയിരിക്കും. ലോജിക്കൽ ഓപ്പറേറ്ററിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ട്രൂ ഓർ ഫോൾസ് ആണ്. അപ്പൊ ഈ കേസിൽ, ആൻഡിന്റെ കേസിൽ ജോയിൻ ചെയ്യുന്ന 2 റിലേഷണൽ എക്സ്പ്രഷൻസും ട്രൂ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ നമ്മുടെ ലോജിക്കൽ ആൻഡിന്റെ ഔട്ട്പുട്ട് ട്രൂ വരുള്ളൂ. ജോയിൻ ചെയ്യുന്ന 2 റിലേഷണൽ എക്സ്പ്രഷൻസും ട്രൂ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്താലേ ലോജിക്കൽ ആൻഡിന്റെ ഔട്ട്പുട്ട് ട്രൂ വരുള്ളൂ. ഇനി ലോജിക്കൽ ഓറിനെ നമ്മൾ, അടുത്താണ് ലോജിക്കൽ ഓർ. ലോജിക്കൽ ഓറിനെ നമ്മൾ 2 ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻസ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഹൊറിസോണ്ടൽ അല്ല, വെർട്ടിക്കൽ, 2 ലൈൻസിനെ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഈ ഓറിന്റെ പ്രത്യേകത, ജോയിൻ ചെയ്യുന്ന 2 റിലേഷണൽ എക്സ്പ്രഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ട്രൂ ആണെങ്കിൽ ലോജിക്കൽ ഓറിന്റെ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. അപ്പൊ റിലേഷണൽ എക്സ്പ്രഷൻസ് ജോയിൻ ചെയ്യുന്നു. ഈ ജോയിൻ ചെയ്യുന്ന റിലേഷണൽ എക്സ്പ്രഷൻസിൽ ഇഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ റിലേഷണൽ എക്സ്പ്രഷൻ ഈസ് ട്രൂ, then ലോജിക്കൽ ഓർ പ്രൊഡ്യൂസസ് ട്രൂ ഔട്ട്പുട്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ട്രൂ ആണെങ്കിൽ ലോജിക്കൽ ഓറിന്റെ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. ഇനി ലോജിക്കൽ നോട്ട്. ലോജിക്കൽ നോട്ട് എന്ന് പറയുന്നത് ഒരു യൂണറി ഓപ്പറേറ്റർ ആണ്. അതായത് ഒരു ഓപ്പറാൻഡ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ ഇതിൻ്റെ അകത്ത് ഒരു റിലേഷണൽ എക്സ്പ്രഷൻ എഴുതും. ലോജിക്കൽ നോട്ട് ഉപയോഗിക്കുന്നത് ഈ റിലേഷണൽ എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ അതിനെ ഫോൾസ് ആക്കാനും ഫോൾസ് ആണെങ്കിൽ അതിനെ ട്രൂ ആക്കാനും വേണ്ടിയിട്ടാണ് ഈ ലോജിക്കൽ നോട്ട് എന്ന് പറയുന്ന റിലേഷണൽ ലോജിക്കൽ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്രയാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്.
ഇപ്പോൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? റിലേഷണൽ ഓപ്പറേഷൻസ് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, റിലേഷണൽ ഓപ്പറേഷൻസിനെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഇൻപുട്ട് അല്ലെങ്കിൽ ഓപ്പറാൻസ് എന്ന് പറയുന്നത് റിലേഷണൽ ഓപ്പറേഷൻസ് ആയിരിക്കും, റിലേഷണൽ എക്സ്പ്രഷൻസ് ആയിരിക്കും. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൻ്റെ ഓപ്പറാൻസ് എന്ന് പറയുന്നത് റിലേഷണൽ എക്സ്പ്രഷൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അരിത്തമെറ്റിക്കിൻ്റെ കേസിലും പറഞ്ഞു, അരിത്തമെറ്റിക്കിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഓപ്പറാൻഡ് എന്ന് പറയുന്നത് ന്യൂമറിക് വാല്യൂ ആയിരിക്കും. റിലേഷണലിൻ്റെ ഓപ്പറാൻഡ് എന്ന് പറയുന്നത് ന്യൂമറിക് വാല്യൂ ആയിരിക്കും. പക്ഷേ ലോജിക്കലിൻ്റെ ഓപ്പറാൻഡ് എന്ന് പറയുന്നത് റിലേഷണൽ എക്സ്പ്രഷൻസ് ആയിരിക്കും. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ട്രൂ ഓർ ഫോൾസും ആയിരിക്കും. ഔട്ട്പുട്ട് ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും. ഇനി 3 എണ്ണമാണുള്ളത്: ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്. ലോജിക്കൽ ആൻഡിനെ 2 ആംബേഴ്സൺ സിമ്പിൾ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ലോജിക്കൽ ഓറിനെ വെർട്ടിക്കൽ ആയിട്ടുള്ള 2 വരകൾ വരച്ച് റെപ്രസെന്റ് ചെയ്യും. ലോജിക്കൽ നോട്ടിനെ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉപയോഗിച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ലോജിക്കൽ ആൻഡിന്റെ പ്രത്യേകത, കമ്പൈൻ ചെയ്യുന്ന 2 റിലേഷണൽ എക്സ്പ്രഷൻസും ട്രൂ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ ലോജിക്കൽ ആൻഡിന്റെ ഔട്ട്പുട്ട് ട്രൂ വരുള്ളൂ. ലോജിക്കൽ ഓറിന്റെ പ്രത്യേകത, കമ്പൈൻ ചെയ്യുന്ന 2 റിലേഷണൽ എക്സ്പ്രഷൻസിൽ ഒരെണ്ണമെങ്കിലും ട്രൂ ആണെങ്കിൽ, ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ട്രൂ ആണെങ്കിൽ ലോജിക്കൽ ഓറിന്റെ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. ലോജിക്കൽ നോട്ടിന്റെ പ്രത്യേകത, ഒരു റിലേഷണൽ എക്സ്പ്രഷനെ ട്രൂ ആണെങ്കിൽ അതിനെ ഫോൾസ് ആക്കാനും ഫോൾസ് ആണെങ്കിൽ അതിനെ ട്രൂ ആക്കാനും വേണ്ടിയിട്ടാണ് ലോജിക്കൽ നോട്ട് എന്ന് പറയുന്ന ലോജിക്കൽ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി 2 എണ്ണം കൂടെ ബാക്കിയുണ്ട്, അസൈൻമെന്റും ഇൻപുട്ട് ഔട്ട്പുട്ടും. അത് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഈ ലോജിക്കലിന്റെ 1-2 എക്സാമ്പിൾസ് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മൾ ഓപ്പറേറ്റേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. ഓപ്പറേറ്റേഴ്സിനെ എന്ത് ഓപ്പറേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻ്റെ ടൈപ്പിൻ്റെ ബേസിസിലാണ് നമ്മളിവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ്റെ ബേസിൽ 5 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അരിത്തമെറ്റിക്, റിലേഷണൽ, ലോജിക്കൽ, ഇൻപുട്ട്, ഔട്ട്പുട്ട്, അസൈൻമെന്റ് ഓപ്പറേറ്റർ 5 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്തു. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഓപ്പറാൻസും അതേപോലെ തന്നെ റിസൾട്ടും ന്യൂമറിക് വാല്യൂസ് ആയിരിക്കും. പ്ലസ്, മൈനസ്, സ്ലാഷ്, സ്റ്റാർ, മോഡുലോ, ഡിവിഷൻ, പെർസെൻറ്റേജ്, ഇങ്ങനെ 5 മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിൽ ചെയ്യാൻ പറ്റുന്നത്. അതിൽ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ റിമൈൻഡർ കണ്ടുപിടിക്കാനാണ് ഉപയോഗിക്കുന്നത്. ശിഷ്ടം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഓപ്പറേറ്ററാണ് റിലേഷണൽ ഓപ്പറേറ്റർ. ന്യൂമറിക് വാല്യൂസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ന്യൂമറിക് വാല്യൂസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഓപ്പറാൻസ് ന്യൂമറിക് വാല്യൂസ് ആയിരിക്കും. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും. ഔട്ട്പുട്ട് ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും. 6 റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്. ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ഈക്വൽ ടു, ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. അതിൻ്റെ അകത്ത് എന്താണ്, ഇപ്പോൾ നമ്മൾ 5 ലെസ് ദാൻ 3 എന്ന് പറയുമ്പോൾ ഇത് ട്രൂ ആണോ നോക്കും. 5 3നേക്കാളും ചെറുതാണെങ്കിൽ ട്രൂ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഫോൾസ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും. ഇനി ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? റിലേഷണൽ ഓപ്പറേഷൻസ് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, റിലേഷണൽ ഓപ്പറേഷൻസിനെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട്, ഒന്നിൽ കൂടുതൽ റിലേഷണൽ ഓപ്പറേഷൻസിനെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓപ്പറാൻസ് എന്ന് പറയുന്നത് റിലേഷണൽ ഓപ്പറേഷൻസ് ആയിരിക്കും. റിലേഷണൽ ഓപ്പറേഷൻസ് ആയിരിക്കും ഇൻപുട്ട്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും. 3 എണ്ണം ഉള്ളത് ആൻഡ്, ഓർ, നോട്ട്. ലോജിക്കൽ ആൻഡിനെ 2 ആംബേഴ്സൺ സിമ്പിൾ വെച്ചും ലോജിക്കൽ ഓറിനെ 2 വെർട്ടിക്കൽ ലൈൻസ് വെച്ചും ലോജിക്കൽ നോട്ടിനെ എക്സ്ക്ലമേഷൻ മാർക്ക് വെച്ചിട്ടുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ലോജിക്കൽ ആൻഡ് ആണെങ്കിൽ 2 റിലേഷണൽ എക്സ്പ്രഷൻസും ട്രൂ ആണെങ്കിൽ ലോജിക്കൽ ആൻഡ് ട്രൂ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. 2 എണ്ണത്തിൽ ഒരെണ്ണമെങ്കിലും ട്രൂ ആണെങ്കിൽ ലോജിക്കൽ ഓർ ട്രൂ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ലോജിക്കൽ നോട്ട് ട്രൂവിനെ ഫോൾസ് ആക്കാനും അല്ലെങ്കിൽ ഫോൾസിനെ ട്രൂ ആക്കാനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ഇനി ഈ സെക്ഷനിൽ ഈ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ഇനി ഈ സെക്ഷനിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഔട്ട്പുട്ട് പ്രഡിക്ഷൻ. ഔട്ട്പുട്ട് എന്താണെന്ന് പ്രഡിക്റ്റ് ചെയ്യാം. അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്മൾക്ക് ചെയ്യാം. ഈ x is equal to 3, y is equal to 4, z is equal to 0. അങ്ങനെയാണെങ്കിൽ x less than 3 and y equal to 4. y equal to 4. ഇതിൻ്റെ ഔട്ട്പുട്ട് പ്രഡിക്റ്റ് ചെയ്യാം. x less than 3 and y equal to 4. ഇതിൻ്റെ ഔട്ട്പുട്ട് പ്രഡിക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. x less than 3, എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 3.
അപ്പോൾ 3 ഇവിടെ കൊടുക്കുന്നു. 3 ലെസ് ദാൻ 3, 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇത് ട്രൂ ആയി വരുന്നു. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇവിടെ ലെസ് ദാൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ 3 ലെസ് ദാൻ 3 എന്ന് പറയുന്നത് ഫോൾസ് എന്ന് പറയുന്ന ഔട്ട്പുട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുക. 3 ലെസ് ദാൻ 3 എന്ന് പറയുന്നത് ഫോൾസ് ഔട്ട്പുട്ട്. ആൻഡ് വൈയുടെ വാല്യൂ എത്രയാണ്? 4 ആണ്. 4 ഈക്വൽ ടു 4, 4 4നോട് ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 4നോട് ഈക്വൽ ആണ്. അപ്പോൾ ഇത് ട്രൂ ഔട്ട്പുട്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഒരു ഫോൾസും ഒരു ട്രൂ ആണ് ആൻഡ് ഉപയോഗിച്ചിട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ആൻഡിന്റെ പ്രത്യേകത എന്താണ്? രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ ആൻഡ് ട്രൂ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ കേസിൽ ഒരെണ്ണം ഫോൾസും ഒരെണ്ണം ട്രൂ ആയതുകൊണ്ട് ഇതിന്റെ ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫോൾസ് ആയിരിക്കും. അപ്പോൾ ഈ ലോജിക്കൽ എക്സ്പ്രഷന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫോൾസ് ആണ്. ഫോൾസ് എന്ന് പറയുന്നതാണ് ഇതിന്റെ ഔട്ട്പുട്ട്. ഇനി ഈ ആൻഡിന് പകരം ഇവിടെ നമ്മൾ ഓർ ഓപ്പറേറ്റർ ആണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലോ? ആൻഡിന് പകരം ഓർ ഓപ്പറേറ്റർ ആണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ എക്സ് ലെസ് ദാൻ 3 എന്ന് പറയുന്നത് ഫോൾസ് ആണ്. 3 ലെസ് ദാൻ 3 ഫോൾസ് ആണ്. 4 ഈക്വൽ ടു 4 ട്രൂ ആണ്. ഓർ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുന്നതിന്റെ പ്രത്യേകത, ഓർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും ട്രൂ ഉണ്ടെങ്കിൽ, രണ്ടെണ്ണമാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്, ഈ രണ്ടെണ്ണത്തിൽ ഒരെണ്ണമെങ്കിലും ട്രൂ ആണെങ്കിൽ ഓർ ഓപ്പറേറ്റർ എന്ത് ചെയ്യും? ട്രൂ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഇവിടെ നോക്കുക, ഈ സെക്കൻഡ് വൺ ട്രൂ ആണ്, അതുകൊണ്ട് ഈ ഓർ ഓപ്പറേറ്റർ എന്ത് ഔട്ട്പുട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുക? ട്രൂ ഔട്ട്പുട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ ആൻഡ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഇത് രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ ട്രൂ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഓറിന്റെ പ്രത്യേകത ഒരെണ്ണമെങ്കിലും ട്രൂ ആണെങ്കിൽ ഇത് ട്രൂ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. x is equal to 3, y is equal to 4, z is equal to 0. അടുത്ത് ഇങ്ങനെയാണ്, x equal to x not equal to y, x not equal to y and z not equal to x, x not equal to y and z not equal to x. അപ്പോൾ എക്സ് നോട്ട് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ 5, വൈയുടെ വാല്യൂ 4, ഇസഡിന്റെ വാല്യൂ 0, എക്സിന്റെ വാല്യൂ 3. അപ്പോൾ എക്സ് നോട്ട് ഈക്വൽ ടു വൈ, 3 നോട്ട് ഈക്വൽ ടു 4, 3 4നോട് ഈക്വൽ അല്ല, ശരിയാണ്, നോട്ട് ഈക്വൽ ആണ്. അതുകൊണ്ട് ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഔട്ട്പുട്ട് ട്രൂ. ഇനി ഇസഡ് 0 നോട്ട് ഈക്വൽ ടു 3, 0യും 3യും ഈക്വൽ അല്ല, നോട്ട് ഈക്വൽ ടു എന്ന് പറയുന്നത് അതും ട്രൂ ആയിരിക്കും. അപ്പോൾ രണ്ടും ട്രൂ ആയതുകൊണ്ട് ഈ ട്രൂവിന്റെ കേസിൽ എന്താ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും? ആൻഡ് വെച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ട്രൂ ആയിരിക്കും. രണ്ടും ട്രൂ ആയതുകൊണ്ട് ഇതിന്റെ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. ഇത് ഓർ വെച്ച് ജോയിൻ ചെയ്താലും ഇത് എന്ത് തന്നെ ആയിരിക്കും? രണ്ടും ട്രൂ ആണെങ്കിലും ഓറിന്റെ ഔട്ട്പുട്ട് എന്ത് തന്നെ ആയിരിക്കും? ട്രൂ ആയിരിക്കും. ഒരെണ്ണമെങ്കിലും ട്രൂ ആയാൽ മതി. രണ്ടും ട്രൂ ആണെങ്കിലും ഓറിന്റെ ഔട്ട്പുട്ട് ട്രൂ ആണ്, ഒരെണ്ണമെങ്കിലും ട്രൂ ആണെങ്കിലും ഓറിന്റെ ഔട്ട്പുട്ട് ട്രൂ ആണ്. ഇനി വേറൊരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. നോട്ട് ഓഫ് x less than 5, not of x less than 5 or y less than 2 or y less than 2, not of x less than 5 and y less than 4. അപ്പോൾ ഇവിടെ നോട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ നോട്ട് അപ്ലൈ ചെയ്യണം. ഓർ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ നോട്ട് അപ്ലൈ ചെയ്യണം. എക്സ് ലെസ് ദാൻ 5 ആദ്യം നോക്കുക. എക്സിന്റെ വാല്യൂ 3 ആണ്. 3 ലെസ് ദാൻ 5, 3 ലെസ് ദാൻ 5 എന്ന് പറയുന്നത് ട്രൂ ആണ്. 3 ലെസ് ദാൻ 5 എന്ന് പറയുന്നത് ട്രൂ ആണ്. ഈ ട്രൂവിൽ എന്ത് അപ്ലൈ ചെയ്തിരിക്കുന്നു? നോട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നു. നോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ട്രൂ ആയത് എന്തായിട്ട് മാറും? ഫോൾസ് ആയിട്ട് മാറും. അപ്പൊ എക്സ് ലെസ് ദാൻ 5 എന്ന് പറഞ്ഞാൽ 3 ലെസ് ദാൻ 5, എക്സിന്റെ വാല്യൂ 3 ആണ്. 3 ലെസ് ദാൻ 5, 3 ലെസ് ദാൻ 5 എന്ന് പറയുന്നത് ട്രൂ ആണ്. പക്ഷേ ഈ 3 ലെസ് ദാൻ 5 ട്രൂ ആണെങ്കിലും അതിൽ എന്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്? നോട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. നോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ട്രൂ എന്തായിട്ട് മാറും? ഫോൾസ് ആയിട്ട് മാറും. ഇനി ഓർ ഓപ്പറേറ്റർ വെച്ചിട്ട് ചെയ്യാണ്. y ലെസ് ദാൻ 2, വൈയുടെ വാല്യൂ എത്രയാണ്? 4, 4 ലെസ് ദാൻ 2, 4 രണ്ടിലും കുറവല്ല, അതുകൊണ്ട് ഇതിന്റെ ഔട്ട്പുട്ട് എന്താണ്? ഫോൾസ് ആണ്. അപ്പൊ ഇതിന്റെ 4 ലെസ് ദാൻ 2 എന്ന് പറയുന്നത് ഫോൾസ് ആണ്. അപ്പൊ ഫോൾസ് ഓർ ഫോൾസ്, രണ്ടും ഫോൾസ് ആണെങ്കിൽ ഓറിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും ഓറിന്റെ ഔട്ട്പുട്ട്. അപ്പൊ ഈ രീതിയിലുള്ള പ്രോബ്ലംസും ഈ സെക്ഷനിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത്രയാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്താണ്, എന്തിനാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിന്റെ ടൈപ്സ് ഏതൊക്കെയാണ്, ഓരോ ടൈപ്പും എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഇതേപോലെയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ സെക്ഷനിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. നമുക്ക് ഈ ചാപ്റ്റർ മൊത്തമായിട്ട് ഇന്ന് എന്തായാലും ഡിസ്കസ് ചെയ്ത് തീരില്ല.
ഇനി 2 ടൈപ്പ് ഓപ്പറേറ്റേഴ്സും അതേപോലെ തന്നെ എക്സ്പ്രഷൻസ് എന്ന് പറയുന്ന സെക്ഷനും അതേപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന സെക്ഷനും ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഞാൻ അടുത്ത ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴാഴ്ച, നാളെ കമ്പ്യൂട്ടറിൻ്റെ ക്ലാസ് ഉള്ള ദിവസമാണ്. സമയം ഞാൻ നിങ്ങളെ പിന്നീട് അറിയിക്കാം. അപ്പം നാളെ ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പരീക്ഷ എനിക്ക് തോന്നുന്നു ഒന്നിച്ചിടാം. നാളത്തെയും കൂടെ കഴിഞ്ഞിട്ട് നാളെ വൈകുന്നേരം ഒരുമിച്ച് ഈ സെക്ഷൻ്റെ പരീക്ഷ ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ വെറുതെ സമയം കളയാതെ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ പേരെഴുതിയിട്ട് എക്സിറ്റ് ചെയ്തോളാം.